സുരക്ഷിതമായ പാലത്തിനായുള്ള കാത്തിരിപ്പ് തുടർന്ന് അടിമാലി 12ാം മൈൽ നിവാസികൾ 2018 പ്രളയത്തിൽ തകർന്ന പാലത്തിന്റെ പുനർനിർമ്മാണം അനന്തമായി നീളുകയാണ്. വർഷങ്ങളായി താൽക്കാലിക തടിപ്പാലമാണ് ഇന്നാട്ടുകാരുടെ ആശ്രയം. 2018 പ്രളയത്തിലാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 12ാം മൈലിനെയും മെഴുകുംചാലിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് ദേവിയാർ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പാലത്തിന്റെ മധ്യഭാഗം തകർന്നത്. പ്രളയത്തിന് തൊട്ടു മുൻപ് വരെ ഈ മേഖലകളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കൊച്ചി ധനുഷ്കോടി ദേശീയ പാതയിലേക്ക് എത്തിയിരുന്നത് ഈ പാലത്തിലൂടെയായിരുന്നു. നൂറുകണക്കിന് ആളുകൾ നിത്യേന ഉപയോഗിച്ചിരുന്ന പാലം തകർന്നതോടെ തടിപ്പാലത്തിലൂടെയായി പിന്നീട് ഈ പ്രദേശവാസികളുടെ യാത്ര. വർഷം 6 കഴിഞ്ഞിട്ടും ഇന്നും ആളുകൾക്ക് ആശ്രയം ഈ താൽക്കാലിക തടിപ്പാലം മാത്രമാണ്. സുരക്ഷിതമായ പാലം എത്രയും വേഗം നിർമ്മിച്ചു തരാമെന്ന അധികൃതരുടെ വാക്കും പാഴ്വാക്കായി. പാലത്തിൻ്റെ മധ്യഭാഗത്ത് നാട്ടുകാർ നിർമ്മിച്ച മുളപ്പാലത്തിലൂടെയാണ് കുട്ടികളുടെയും പ്രായമായവരുടെയും എല്ലാം സാഹസിക യാത്ര. കൈവിരി പോലുമില്ലാത്ത ഈ പാലത്തിൽ നിന്ന് കാലൊന്നു വഴുതിയാൽ അത് വലിയ അപകടത്തിന് വഴിവെക്കുകയും ചെയ്യും. ഞാൻ കാണുന്നോട്ട് ഇങ്ങനെ നടക്കണേ പാലം, നാട്ടുകാർ കൊണ്ട് ഇങ്ങനെ പാലം ഇതുപോലെ ഇങ്ങനെ ഇരിക്കണേ. മഴയായി കഴിഞ്ഞാൽ വല്ല ഒഴുക്കും കയ്യിലാക്കുമ്പോഴത്തേനും കുട്ടികൾക്കായാലും സ്കൂളിൽ പോകാൻ വലിയ പാടാണ്. പിന്നെ ഉറങ്ങി പോകേണ്ടി വരും. നമ്മൾ കുറച്ചും കയറിയാൽ മതി. നിരവധി തവണ പാലം പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് അധികൃതർക്കും ജനപ്രതിനിധികൾക്കും അനേകം നിവേദനങ്ങളും പരാതികളും നൽകിയെങ്കിലും നാട്ടുകാരുടെ ബുദ്ധിമുട്ടുകൾക്ക് ഇതുവരെയും ഒരു കുറവും ഉണ്ടായിട്ടില്ല. എങ്കിലും അധികൃതർ കനിയുമെന്ന പ്രതീക്ഷയിൽ മുന്നോട്ടു പോവുകയാണ് ഇവർ. പുതിയ അധ്യയന വർഷം കൂടി ആരംഭിച്ചതോടെ ഈ പാലത്തിൻ്റെ കാര്യത്തിൽ വലിയ അമർഷത്തിലും കൂടിയാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, അടിമാലി. നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി, വിദേശ പഠനം എന്നിവയാണോ? എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം. ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക്. IELTS, OET, ജർമ്മൻ, CBT എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. റോയൽ ബ്രിട്ടീഷ് അക്കാദമി, മൂവാറ്റുപുഴ, കോതമംഗലം.